ക്ഷമിക്കണം സുരേഷ് ബാബു, ഇപ്പോൾ മുഖ്യമന്ത്രിയും പി പി തങ്കച്ചനും ചേർന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. മാണിയുടെയും ചീഫ് വിപ്പ് ശ്രീ തോമസ് ഉണ്ണിയാടിൻ്റെയും രാജിക്കത്ത് കിട്ടിയിട്ടുണ്ട്. ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതിയുടെ പരാമർശനം വന്ന സാഹചര്യത്തിലാണ് മാണി സാറിൻ്റെ രാജി. ഈ കേസ് വന്നപ്പോൾ മുതൽ UDF എടുത്തിട്ടൊരു നിലപാടുണ്ട്. മാണി സാറ് ഇതിൽ കുറ്റവാളിയാണ് എന്ന് UDF വിശ്വസിച്ചിരുന്നില്ല. അതിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരുന്നത്. ആ നിലപാട് തന്നെയാണ് UDFന് ഇന്നും ഉള്ളത്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹൈക്കോടതിയുടെ വിധിയിലും ചില പരാമർശനങ്ങൾ വന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു കുറ്റവും ആരോപിച്ചിട്ടില്ല. എങ്കിലും ഉന്നതമായ രാഷ്ട്രീയ നില ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തോട് ഞാനോ UDFോ രാജി ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തു എന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണ്. ഇന്ന് AICCയുടെ വക്താവ് ഡൽഹിയിൽ അത് നിഷേധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് അവർ വാച്ച് ചെയ്തിരുന്നു. കേരള കോൺഗ്രസിൻ്റെയും ശ്രീ KM മാണിയുടെയും നിലപാടുകൾ അറിഞ്ഞ് യുക്തമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനം മാത്രമാണിത്. ഇന്ന് രാവിലെ മുതൽ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കളോട് തിരുവനന്തപുരത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാ കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി നിലവിലുള്ള സാഹചര്യത്തെ വിലയിരുത്തി വൈകുന്നേരം ഞങ്ങൾ വീണ്ടും കൂടിയ അവസരത്തിലാണ് മാണി സാറും ശ്രീ ഉണ്ണിയാടനും വിളിച്ച് അവരുടെ നിലപാട് അറിയിച്ചത്. കോടതിയുടെ പരാമർശം വന്ന സാഹചര്യത്തിൽ രാജി സ്വീകരിക്കണം, രാജിക്കത്ത് കൊടുത്തയക്കുന്നു, അത് സ്വീകരിക്കണം എന്നാണ് മാണി സാറ് വിളിച്ചു പറഞ്ഞത്. ആ സാഹചര്യത്തിൽ രാജി
സ്വീകരിക്കുന്നതാണ്. ആയിരത്തി 1975 മുതൽ UDFിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. അന്നു മുതൽ തന്നെ ശ്രീ KM മാണി ഈ പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് UDFിനെന്നും ഒരു ശക്തി സ്രോതസ്സായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം അതേ നിലയിൽ തന്നെ തുടർന്നും UDFിന് ശക്തി നൽകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സഹർഷം സ്വാഗതം ചെയ്യും. ശ്രീ KM മാണി കേരള നിയമസഭയിലെ ഏറ്റവും സീനിയറായ മെമ്പറാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സേവനവും നേതൃത്വവും UDFിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എന്നും ഒരു വലിയ മുതൽക്കൂട്ടായി. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വേഗം തിരിച്ചു വരാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനം രാഷ്ട്രീയ രംഗത്ത് UDFിന് അനിവാര്യമാണ്. അത് തുടർന്നും ഉണ്ടാകും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഈ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും അതാത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ മാണി സാറ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ സംബന്ധിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹമാണ് പാർട്ടി ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഞാനിപ്പം പിന്നെ മാണി സാറാണ് എന്നെ വിളിച്ചത്, ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. KC ജോസഫിനോട് ചോദിക്കണം. സമ്മർദ്ദം എങ്ങോട്ട്? എന്താ രാജിവെക്കാൻ വേണ്ടിയോ? ഞാൻ വ്യക്തമാക്കിയില്ലേ, അദ്ദേഹത്തിൻ്റെ രാജി UDFോ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടും എന്നൊക്കെ പറഞ്ഞത് തെറ്റായ വാർത്ത. AICC നിർദ്ദേശം തന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. AICC വക്താവ് തന്നെ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഡൽഹി. ഇതെല്ലാം തെറ്റാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമായി തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എനിക്കറിയത്തില്ല.
അദ്ദേഹത്തിൻ്റെ തീരുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു വിധത്തിലുള്ള സമ്മർദ്ദമോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പല കക്ഷികളും കക്ഷി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും രാജിവെക്കണമെന്ന ആവശ്യം ഇന്നലെ മുതലേ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ അവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോടായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങളിൽ വേണേൽ പറയാം. അല്ലാതെ പരസ്യമായി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഏതായിരുന്നാലും പാർട്ടി എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ. അത് എന്ത് തീരുമാനമെന്നുള്ളത് മാണി സാറിന് വിട്ടുകൊടുത്തു. അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമെടുത്തു. എന്നാ കോടതി പരാമർശം വന്ന് ഇന്നലെ വന്ന് അതിൻ്റെ ജഡ്ജ്മെൻ്റ് എപ്പോഴാണ് കിട്ടിയെന്നറിയാവോ? ജഡ്ജ്മെൻ്റ് ഇന്നലെ രാത്രി. അത് കഴിഞ്ഞ് ഒരു പാർട്ടിയിലൊരു ചർച്ച വേണ്ടേ? മുന്നണിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്ന് അസസ് ചെയ്യണ്ടേ? ഇതിൽ കൂടുതൽ വേഗത്തിൽ എങ്ങനെ ചെയ്യാനാ? മാധ്യമങ്ങളിൽ വന്നതൊന്നും അല്ലല്ലോ ജഡ്ജ്മെൻറ്റിലുള്ളത്. ജഡ്ജ്മെൻറ്റ് കണ്ട് ആരെങ്കിലും വായിച്ചിട്ടില്ല, അതൊന്ന് വായിക്കണം. ഇന്നലെ വിഷ്വൽ മീഡിയയിൽ വന്നതൊന്നും അല്ല ജഡ്ജ്മെൻറ്റിലുള്ളത്. ഞാൻ ഉഭയകക്ഷി ചർച്ചയെ പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചർച്ച നടത്തിയെന്നേ പറഞ്ഞുള്ളൂ. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ഒരു പാർട്ടിയും യു ഡി എഫും മുഖ്യമന്ത്രിയും രാജി ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനം. ഞങ്ങൾ രാവിലെ തന്നെ ഇതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പൊതുവായി കാര്യങ്ങൾ വിലയിരുത്തിയെടുത്ത ഒരു സമീപനം ഈ കാര്യത്തിൽ കേരള കോൺഗ്രസും ശ്രീ KM മാണി എടുക്കുന്ന തീരുമാനം എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അവരുടെ തീരുമാനം സർക്കാരിന്റെ മുന്നണിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്നിപ്പോൾ തോന്നുന്നു. ഏതായാലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിശ്ചയമായും ഇതൊരു മാതൃകാ നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിലെ മെയിൻ പ്ലെയർ എന്താണെന്നറിയാവോ? ആ പ്ലെയർ മുഴുവൻ അംഗീകരിച്ചിരിക്കുക. നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് പറ്റിയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. മുഴുവൻ പ്ലെയറും അംഗീകരിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിൻ്റെ സ്റ്റേ അല്ല മുഖ്യമായിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടറുടെ അധികാരങ്ങൾ, വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം സ്വീകരിച്ചത് തെറ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശനങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്തുകൊണ്ടാണ് വിധി വന്നിരിക്കുന്നത്. അതെ, അതൊക്കെ തന്നെ എന്താണെന്നുള്ളത് നോക്കണം. അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ബാധിക്കുന്ന വിധത്തിലുള്ളതല്ല, മറ്റു ചില പൊതുവായ പരാമർശങ്ങളാണ്. പിന്നെ ആ പരാമർശങ്ങളാണല്ലോ എടുത്ത് അദ്ദേഹം അന്നേരം തന്നെ അതിന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത്. കൊള്ളാം. അതിന് ആ ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിക്കും. ഞാനിപ്പം എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ളത് പറയും. അല്ല, ഞാൻ വായിച്ചതാ. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ചോദിക്കണം. എനിക്ക് UDFിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ
ഇടതുപക്ഷ തരംഗമെന്നും പറഞ്ഞ് ഒത്തിരി വാർത്ത കൊടുത്തല്ലോ. ഇപ്പം വരുന്ന വാർത്തകൾ എന്താ? ഇപ്പോഴത്തെ കണക്കുകൾ എന്താ? LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 23,000 വോട്ട്, ശതമാനം 0.3% or 4%. തരംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 7-7, മുനിസിപ്പാലിറ്റി 25-25 ഇന്നത് UDFന് 26 ഫറൂഖിൽ ഒരെണ്ണം കൂടെ കിട്ടി. 25-26, ബാക്കിയെല്ലാം തൂക്ക് മുനിസിപ്പാലിറ്റിയാണ്. അല്ലല്ല, അത് ഇമേജ് എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇമേജിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ അവസ്ഥയിലല്ലേ ഈ വിധി വന്നത്? നാലര കൊല്ലം ഭീഷണി ഉണ്ടായോ? ഞങ്ങൾ വെറും 2 MLA-മാരുടെ വെച്ച് തുടങ്ങിയതാ. ഒരു പ്രശ്നവുമില്ല. ഇനിയും ഒരു ഭീഷണിയില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. അവിടുത്തെ പാർട്ടിയായിട്ട് UDFിൻ്റെ ഇതെല്ലാമാണ്. അതൊക്കെ ഞങ്ങൾ സംസാരിക്കും. ലയനത്തിന്റെ ഗുണവും ദോഷവും അവര് തന്നെ അനുഭവിക്കട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത്. അത് ഒരിക്കൽ കൂടി സത്യമായതല്ലേ? അതൊക്കെ പഴയ അധ്യായമല്ലേ. എത്രയോ അധ്യായങ്ങൾ പുതിയത് വന്നു കഴിഞ്ഞു. അങ്ങ് പറഞ്ഞ ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മാണിയുടെ പേരല്ലാതെ മറ്റു ചില മന്ത്രിമാരുടെ പേരും വിജയലക്ഷ്മി പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മാണി മാത്രം ഇപ്പോൾ ഈ രാജിവെക്കുമ്പോൾ അതിനകത്ത് UDFിനകത്ത് വേറൊരു അഭിപ്രായം വരും. ഒരഭിപ്രായ വ്യത്യാസവും അതിൻ്റെ കാര്യത്തിലൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്, തുടർന്നും എടുക്കും. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ അഴിമതി ആക്ഷേപം പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ വഴങ്ങുന്ന പ്രശ്നമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി ആരോപണം വന്നത് എന്താ? 6,000 കോടി രൂപയുടെ അഴിമതി വിഴിഞ്ഞം തുറമുഖത്തിൽ. ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ. ഞങ്ങൾ പുറകോട്ട് പോയില്ല. കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴിമതി വെച്ച് പുറപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. അതുപോലെ തന്നെ അഴിമതി കാട്ടി പിന്തിരിപ്പിക്കാമെന്ന് നോക്കിയാൽ KM മാണിയുടെ രാജിക്ക് പിന്നാലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സുചിന്തിതമായ അളന്നു മുറിച്ച വാക്കുകളിലൂടെ മുഖ്യമന്ത്രി KM മാണിയെ തള്ളിപ്പറയാതെ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല KM മാണിയുടെ രാജി. അദ്ദേഹം അത് സ്വമേധയാ എടുത്തതാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മാതൃകാ നടപടിയാണ് എന്ന പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. ബാർ കോഴക്കേസിൽ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് ഒരു ഘട്ടത്തിലും UDF കരുതിയിട്ടില്ല, ഗവൺമെൻറ് കരുതിയിട്ടില്ല. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന പരാമർശവും അദ്ദേഹം നടത്തി. KM മാണി രാജിവെക്കണം എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന അഭിപ്രായങ്ങളെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ മുതൽ TN പ്രതാപൻ MLA വരെയുള്ളവരാണ് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതിനോടൊന്നും യോജിപ്പില്ല എന്ന അസന്ദിഗ്ധമായ പരാമർശവും അദ്ദേഹം നടത്തി. എന്തായാലും മുഖ്യമന്ത്രി ഇത് UDFിനെ ശക്തിപ്പെടുത്തും. UDFിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു കേന്ദ്രമായി തന്നെ KM മാണി UDFിനോടൊപ്പം നിലയുറപ്പിക്കും എന്ന ഒരു പരാമർശവും ഇതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും നമ്മൾ മടങ്ങി വരുന്നതായിരിക്കും.